നമ്മുടെ തെക്കുപേട്ട സുന്ദരിയുടെ ചിറ്റപ്പന്റെ മോളായിരുന്ന ശാലിനി ഉണ്ണികൃഷ്ണൻ മലയാളം പോലും അറിയാത്ത മലയാളിയായിരുന്നു. മലയാളിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ മലരുകൾ കാണിക്കുന്നത് അമ്പലം, കഥകളി, സാരി, കോഴിക്ക് കഞ്ചാവ് കൊടുത്ത പോലെ നടത്തം, ഇതൊക്കെ ആയാൽ മലയാളിയായി എന്നാണ് ഇവന്മാരുടെ വിചാരം. ജസ്റ്റ് നോർത്ത് ഇന്ത്യൻ വാണങ്ങൾ തിങ്സ്. ഏത് നേരം വെറുപ്പിക്കുന്ന ഒരു വള്ളി പെണ്ണായിരുന്നു ഈ കുരിപ്പ്. ഈ പെണ്ണിന് മുല്ലപ്പൂ എപ്പോഴും തലയിൽ വേണം. ഉണ്ണാനും ഉറങ്ങാനും എന്തിന് ബാത്റൂമിൽ പോകുമ്പോഴും കൂടെ വേണം. ചിലപ്പോ സ്മെൽ അറിയാണ്ടിരിക്കാനോ. ക്യാരി ഓൺ. അങ്ങനെ പഠിക്കാത്തതുകൊണ്ട് നേഴ്സിംഗിന് എവിടെയും സീറ്റ് കിട്ടാത്തത് കൊണ്ട് കാസർഗോഡിലെ പട്ടിക്കാട്ടിലെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. അവിടെ എത്തിയപ്പോ ദേണ്ടടാ പെണ്ണിന്റെ തലയിൽ വീണ്ടും മുല്ലപ്പൂവ്. അത് അങ്ങനെ ഒരു മുല്ലപ്പൂവള്ളി. അവിടെ അവളുടെ റൂംമേറ്റ് ആയി വേറെയും 3 വള്ളികൾ. അങ്ങനെ ബംഗാളി മലയാളം പറയുന്ന പോലുള്ള ആ 4 വള്ളികൾ കട്ട ചങ്കുകളായി ഗോയ്സ്. അങ്ങനെ ഒരു ദിവസം അതിലുള്ളൊരു വള്ളിയുടെ വാക്കും കേട്ട് ആ 4 പെണ്ണുങ്ങൾ പുറത്തു പോകുന്നു. അതും 2 വാണച്ചക്കന്മാരോടൊപ്പം. പുറത്തു പോയപ്പോ ദേ ചേച്ചി പിന്നെയും ഉണ്ണിക്കണ്ണന്റെ മണ്ടയിൽ വീണ്ടും മുല്ലപ്പൂ. അറിയാലോ, മുല്ലപ്പൂവളിയാണ്. അങ്ങനെ സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഉണ്ണിക്കണ്ണന്റെയും ടീമിന്റെയും ഒരു പബ് ഡാൻസ്. മലയാളിയാണെന്ന് കാണിക്കാൻ സാരി നിർബന്ധമാണ്. ജസ്റ്റ് നോർത്ത് ഇന്ത്യൻ വാണങ്ങൾ തിങ്സ്. അതിന്റെ ഇടയിൽ ഉണ്ണിക്കണ്ണനും അവളുടെ ഫ്രണ്ടായ വള്ളിപ്പെണ്ണും അതിലുള്ള വാണച്ചക്കന്മാരുടെ ക്രഷ് അടിക്കുന്നു. എന്താ ഏതാന്നറിയാത്ത 2 വാണച്ചക്കന്മാരെ ഒലിപ്പിച്ചപ്പോഴേക്കും അതിൽ ഒലിച്ചുപോയി. ഏട്ടായി ഉയർന്നൊക്കെ പറഞ്ഞ് അതുങ്ങളുടെ പുറകെ പെണ്ണുങ്ങൾ പോയി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഈ 4 ചങ്കുകളെല്ലാം ചൊറിയും കുത്തിയിരിക്കുന്ന ഒരു ദിവസം എല്ലാരും കൂടി മാളിൽ പോകുന്നു. അപ്പോഴും ഉണ്ണിക്കണ്ണന് മുല്ലപ്പൂ നിർബന്ധമാണ്. ഇനി ഇവളുടെ ഡാഡിക്ക് എങ്ങനെ മുല്ലപ്പൂ ബിസിനസ് ഉണ്ടാവോ? അങ്ങനെ മാളിൽ വായി നോക്കി നടക്കുമ്പോൾ കുറച്ച് വെടൽമാർ വന്ന് അവരെ ഉപദ്രവിക്കുന്നു. ഉണ്ണിക്കണ്ണന്റെ ഡ്രസ്സ് വരെ ആ വെടൽമാർ കീറുന്നു. ആലോചിക്കണം, ഈ സംഭവം നടക്കുന്നത് കേരളത്തിൽ വെച്ചാണ്, അതും ഒരു മാളിൽ വെച്ച്. അവിടെ കൂടി എല്ലാവരും അർജന്റീന സ്പെയിൻ വേൾഡ് കപ്പ് കാണും പോലെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ജസ്റ്റ് നോർത്ത് ഇന്ത്യൻ വാണിംഗിൾ തിങ്സ്. ബൈ ദ ബൈ, ഇതെല്ലാം ഉണ്ണിക്കണ്ണന്റെ ഒരു ഫ്രണ്ടിന്റെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ ആ വള്ളി ഫ്രണ്ട് പറയുന്നത് ഹിജാബ് ഇട്ടാൽ ഇതൊന്നും സംഭവിക്കില്ല എന്നാണ്. സർട്ടിഫൈഡ് ഫുണ്ട. കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പടം ഉണ്ടാക്കിയവന്റെ ഡാഡി ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. അങ്ങനെ ആ പൊട്ടിയുടെ വാക്കും കേട്ട് മറ്റു കുട്ടികൾ എല്ലാം ഹിജാബ് ധരിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ഉണ്ണിക്കണ്ണനും അവളുടെ വള്ളി ഫ്രണ്ടും ആ ചെക്കന്മാരുടെ കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നു. അതിന്റെ ഇടയിൽ കാര്യമൊക്കെ കഴിഞ്ഞുട്ടോ. ഉണ്ണിക്കണ്ണന്റെ വീട്ടിൽ പോകുമ്പോഴും ഹിജാബ് ധരിച്ചാണ് പോകുന്നത്. ബൈ ദ ബൈ, അതിനിടയിൽ നമ്മുടെ മുല്ലപ്പൂക്കാരി ഗർഭിണിയാവുന്നു. അതറിഞ്ഞതും ആ ഫൂണ്ട ചെക്കന്മാർ പറയുന്നത് മതം മാറാനാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി അവളുമാർ മതം മാറുന്നു. അതോടെ ആ ഫൂണ്ട ചെക്കന്മാർ അവരെ തേച്ചു പോകുന്നു. ഇതാണ് പറയുന്നത് പഠിക്കാൻ വിട്ടാൽ പഠിക്കണം, അല്ലാണ്ട് കളിക്കാൻ നിൽക്കരുതെന്ന്. അങ്ങനെ ചെക്കൻ തേച്ചു പോയതോടെ വയറ്റിലുള്ള കുട്ടിക്ക് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ കാട്ടിക്കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഉണ്ണിക്കണ്ണൻ വേറൊരുത്തനെ കല്യാണം കഴിക്കുന്നു. മുല്ലപ്പ് പുറത്ത് കാണിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ആ പെണ്ണ് പട്ടി മോങ്ങും പോലെ മോങ്ങുന്നു. അങ്ങനെ അവർ ഹണിമൂണിന് പോകുന്നു. ഇനി അതും കൂടി വേണോ? ബട്ട് അവർ എത്തുന്നത് ശ്രീലങ്ക വഴി അഫ്ഗാനിസ്ഥാനിലേക്കാണ്. അതിന്റെ ഇടയിൽ അവളുടെ ചങ്ക് പൊട്ടി ആത്മഹത്യ ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനിലെത്തിയ ഉണ്ണിക്കണ്ണൻ അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നു. അവസാനം അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിർത്തിയിൽ വെച്ച് സൈന്യത്തിന്റെ അടുത്തെത്തി രക്ഷപ്പെടുകയും ചെയ്യുന്നു.